നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗോവിന്ദ്, എന്തേ കാണിക്കുന്ന? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല സഞ്ജു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരുമില്ലാത്ത ഒരാളാണ് ഞാൻ, തികച്ചും അന്യൻ. സഞ്ജുവും സ്വാതിയും ഒരു സൗഹൃദത്തിന്റെ പേരിൽ എന്നെ വിളിച്ചു. അത് കേട്ടിട്ട് ഇതുപോലൊരു വീട്ടിൽ വന്നത് എന്റെ തെറ്റാ. ഒരു സൗഹൃദ ബന്ധം മാത്രമാണോ ഞങ്ങൾക്ക് ഗോവിന്ദമായിട്ടുള്ളത്? ഞാൻ എത്ര ജന്മം എടുത്താലാ ഗോവിന്ദനോടും തിരുമേനിയോടുള്ള കടപ്പാട് തീർക്കാൻ കഴിയാ? ഒരു മാംസപിണ്ഡമായിട്ടാ അമ്മ എന്നെ ഗോവിന്ദന്റെ മനയിലോട്ട് എത്തിക്കുന്നത്. ഞങ്ങൾ നടത്തിയ ചികിത്സയ്ക്ക് പ്രതിഫലവും കൈപ്പറ്റിയിട്ടുണ്ട്. അതുപോലെയല്ല സ്വാതി, ഞാനൊരു കുടുംബത്തിൽ വന്ന് താമസിക്കുന്നത്. എന്നെ നിങ്ങൾ തടയാൻ നിൽക്കണ്ട. ഞാൻ ഈ രാത്രി തന്നെ പോവാ. ഇറങ്ങാൻ നേരം ഞാൻ വിളിക്കാം. കുറച്ച് പുസ്തകങ്ങൾ കൂടി പാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ചെല്ല്. ഗോവിന്ദ് ഇവിടുന്ന് പോവില്ല. ഞാനത് പറയുന്നത്. ഗോവിന്ദ് കവിതാപ്പിച്ചയുടെ കയ്യിലെ കളിപ്പാവാവരുത്. അമ്മുവിന്റെ സ്വപ്നങ്ങൾ തകർത്തു കളയാൻ ആ സ്ത്രീ കളിക്കുന്ന കളിയാണിതെന്ന് ഗോവിന്ദ് ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ അവർക്ക് ഗോവിന്ദിനെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഗോവിന്ദ് ഇവിടെ താമസിക്കുന്നതല്ല പ്രശ്നമെന്ന് ദയവായി ഒന്ന് തിരിച്ചറിയ. അമ്മ പഠിക്കരുതെന്നും അവളെ രക്ഷപ്പെടരുതെന്നും മാത്രമേ ആ സ്ത്രീയുടെ മനസ്സിലുള്ളൂ. ഗോവിന്ദ് പോയാ അവരുദ്ദേശം നടക്കും. അതിന് ഗോവിന്ദനെ വെച്ചൊരു വൃത്തികെട്ട കളിയാ നടത്തിയത്. ഒന്നും അറിയാത്ത മുത്തശ്ശി അതിൽ വീണുപോയി. അതെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മുത്തശ്ശിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. മുത്തശ്ശിനെ കൊണ്ട് മുത്തശ്ശിയോട് സംസാരിപ്പിക്കാം. അമ്മുവിന്റെ ഭാവി കളയരുത് പ്ലീസ്. ഗോവിന്ദ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഗോവിന്ദ് പോയാ പിന്നെ അമ്മുവിനെ കാണാൻ പോലും കഴിയാതെ വരും. അവൾക്കൊരു നല്ല ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് അവൾ എവിടെയുണ്ടോ അവിടെ ഗോവിന്ദ് ഉണ്ടാവണം. മനസ്സിൽ വിഷവുമായി നടക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ ഗോവിന്ദ് തോറ്റു കൊടുക്കരുത്. നമുക്ക് നാളെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ചെല്ല്. എനിക്കൊന്ന് ആലോചിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.